My precious children of God, I greet each one of you in the name of our Lord and Savior Jesus Christ. വിലയേറപ്പെട്ട ദൈവമക്കളെ, രക്ഷിതാവാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. We are going to meditate from Zephaniah chapter 3 verse 17. സെഫന്യായുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നമുക്ക് ധ്യാനിക്കാം. It says, "The Lord your God is in your midst." What a great promise it is. The Lord is in your midst. First of all, remember that. And second thing, He is a mighty one who will save. He will rejoice over you with gladness. നിന്റെ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. What a great promise it എത്ര is. വലിയ വാഗ്ദത്തമാണിത്. Great God, Jehovah is in you and with you. ദൈവം നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ കൂടെയുമായിരിക്കുന്നു. He is calling you as my daughter, my son, like that. അവിടുന്ന് നമ്മെ മകനേ മകളേ എന്ന് വിളിക്കുകയാണ്. In this world all might have forgotten ഈ you. ലോകം മുഴുവനും നിങ്ങളെ മറന്നു പോയേക്കാം. Even your parents might have rejected you. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ Your തള്ളിക്കളഞ്ഞേക്കാം. loved ones may have forgotten you. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ മറന്നുപോയേക്കാം. Oh, don't worry, my brother, my sister, my little children. സഹോദരനെ സഹോദരിയെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ആകുലപ്പെടരുത്. Let your eyes be upon Jesus and Jesus and Jesus alone. നിങ്ങളുടെ കണ്ണുകൾ യേശുവെങ്കിൽ മാത്രമായിരിക്കട്ടെ. He is your God. അവിടുന്നാണ് നിങ്ങളുടെ ദൈവം. Have you accepted Him as your Savior? അവിടുത്തെ രക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? He gave His life on the cross just for you. നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിങ്കൽ ജീവനെ തന്നവനാണ്. He was broken from head to foot. അവിടുന്ന് മുറ്റുമായി നിങ്ങൾക്ക് വേണ്ടി തകർന്നവനാണ്. For you. അതെ, നിങ്ങൾക്ക് Just വേണ്ടി, to give you salvation. നിങ്ങൾക്ക് രക്ഷ നൽകുവാനായി, Just to give you happiness. നിങ്ങൾക്ക് സന്തോഷം തരുവാനായി, Just to give you blessings after blessings. നിങ്ങൾക്ക് അനുഗ്രഹം നൽകുവാനായി. Should you not thank Him for all those blessings? ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവിടുത്തേക്ക് നന്ദി പറഞ്ഞുകൂടെ? Don't murmur and criticize and so many things you are doing against Him, isn't it? പലപ്പോഴും നിങ്ങൾ പിറുപിറുക്കുകയും നിങ്ങൾ കുറ്റം പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. Confess all your sins. സകല പാപങ്ങളും ഏറ്റുപറയുവീൻ. If you are loving your friend more than Jesus Christ, confess that sin. യേശുവിനേക്കാൾ അധികം സുഹൃത്തിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് ഏറ്റുപറയുക. If you are believing these worldly things more than what Jesus Christ has done for you on the cross, confess your sin. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിങ്ങൾക്കായി ചെയ്ത കാര്യങ്ങൾ ഉപരിയായി ലോകത്തിൽ നിങ്ങൾ മറ്റെന്തിനേയും സ്നേഹിക്കുന്നുവെങ്കിൽ അത് ഏറ്റുപറയുക. Open your heart widely നിങ്ങളുടെ ഹൃദയത്തെ വിശാലമായി തുറക്കുക. and cry unto the Lord. ദൈവത്തോട് കരയുക. Lord, you are my God. കർത്താവേ, നീയാണ് എൻ്റെ ദൈവം. Say after me, my precious children, even big people like fathers and mothers and grandfathers, if you have not accepted Christ as a Savior, right now, cry unto the Lord, Lord, you are my Savior. പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ യേശുവിനോട് പറയുക, കർത്താവേ, നീയാണ് എൻ്റെ രക്ഷകൻ. And put your complete trust upon Him. മുറ്റുമായി അവിടുത്തിൽ ആശ്രയിക്കുക. He'll save you in a beautiful way. അവിടുന്ന് മനോഹരമായി നിങ്ങളെ The രക്ഷിക്കും. world may leave you. ലോകം നിങ്ങളെ ത്യജിക്കാം. Worldly people may forget you. ലോകക്കാർ നിങ്ങളെ മറന്നേക്കാം. But God will never forget you. എന്നാൽ ദൈവം ഒരിക്കലും To മറക്കില്ല. that God we are going to look and pray. ആ ദൈവത്തെ നോക്കിയാണ് നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. Remember, the Lord is coming before you. ദൈവം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് ഓർക്കുക. He will bless you at all times. അവിടുന്ന് എപ്പോഴും നിങ്ങളെ അനുഗ്രഹിക്കും. He will remove all your problems from your life. ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അവിടുന്ന് നീക്കും. He will bless you with His salvation. അവിടുത്തെ രക്ഷയാൽ നിങ്ങളെ അനുഗ്രഹിക്കും. Joy of the Lord ദൈവത്തിങ്കിലെ സന്തോഷം, and all the blessings. പിന്നെ സകല അനുഗ്രഹങ്ങളും. Shall we receive all those blessings right now? ഇപ്പോൾ തന്നെ നാം ആ അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. Let us look unto Him. നമുക്ക് അവിടുത്തിങ്കിലേക്ക് നോക്കാം. Our precious Heavenly Father, thank you, Lord, for your great blessing. സ്വർഗീയ പിതാവേ, അവിടുത്തെ ശ്രേഷ്ഠ അനുഗ്രഹങ്ങൾക്കായി നന്ദി. Look to your people, Father, നിന്റെ ജനത്തെ നോക്കണമേ. who are all crying and surrendering their lives to you. Lord, bless them and give them a new life. കർത്താവെ, നിലവിളിച്ച് തങ്ങളെ തന്നെ അർപ്പിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ. Forgive all the trespassers, അതിക്രമങ്ങളെല്ലാം ക്ഷമിക്കണമേ. all that they have done wrong before you. അവിടുത്തെ മുൻപിൽ ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ. Give them a new life. ഒരു പുതിയ ജീവിതം കൊടുക്കണമേ. Cleanse them with your precious blood, Father. അവിടുത്തെ രക്തത്താൽ കഴുകണമേ. Let them have you as their Savior. അവിടുന്ന് അവരുടെ രക്ഷകനാകണമേ. Save them from all sins and iniquity. രക്ഷകനെ അവരുടെ പാപങ്ങളിൽ നിന്നും അവരെ Let them രക്ഷിക്കണമേ. cling on to you, O Father. അവർ അവിടുത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കട്ടെ. Bless them with
with all the blessings they need. അവർക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.